ഹായ്, കഥ കേൾക്കാം. ഇന്ന് ഞാൻ ഒരു പുതിയ കഥയാണ് പറയാൻ പോകുന്നത്. യേശു കർത്താവ് ജീവിച്ചിരുന്ന സമയത്ത് നടന്ന ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ കഥയായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ യേശു കർത്താവിൻ്റെ പല കഥകളും കേൾക്കാറുണ്ട്, സാധാരണ നമ്മൾ പറയാറുണ്ട്. ഇന്ന് പറയുന്ന ഈ കഥ നടന്നത് ഗന്നേസരത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നത്. അപ്പോൾ അവിടെ ഒരു തടാകം ഉണ്ടായിരുന്നു. തടാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ലേക്ക് എന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ പുഴയൊക്കെ പോലെ തന്നെയുള്ള സാധനമാണ് ഈ തടാകം എന്ന് പറയുന്നത്. അവിടെ യേശു കർത്താവ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ തടാകത്തിൻ്റെ കരയിൽ രണ്ട് മൂന്ന് ബോട്ടുകളിൽ മീൻ പിടിക്കാൻ പോയിട്ട് വന്ന ആൾക്കാർ അവരുടെ വല വെച്ചാണ് അവരൊക്കെ മീൻ പിടിക്കുന്നത്. അപ്പോൾ ആ വലയിലുള്ള ചപ്പും ചവറും ഒക്കെ അവർ എടുത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യേശു കർത്താവ് ആ പടകിൽ കയറിയിട്ട്, അതിലൊരു പടകിൽ കയറിയിട്ട് അവിടെ ആ പടകിൽ ശീമോൻ പത്രോസ് ഉണ്ടായിരുന്നു. എന്നിട്ട് യേശു കർത്താവ് ശീമോൻ പത്രോസിന് ഈ പടക് കുറച്ച് കരയിൽ നിന്ന് നീക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ മക്കൾക്കറിയാമോ എന്താ ഈ കര? ഞാൻ കുറച്ച് നേരമായി കര എന്ന് പറയുന്നുണ്ട്. കര എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ബീച്ചിൽ വെള്ളം കയറാത്ത ബീച്ചെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ തന്നെ തിരമാല ഇങ്ങനെ അടിച്ചു വരും, വേവ്സ് ഇങ്ങനെ അടിച്ചു വരും. വരുമ്പോൾ ആ വെള്ളം കയറാണ്ട് കുറച്ച് സ്ഥലത്ത് മണൽ മാത്രമായിട്ടുണ്ടാവും. അങ്ങനെയുള്ള സ്ഥലത്തിനാണ് നമ്മൾ കര എന്ന് പറയുന്നത്. വെള്ളം കയറാത്ത സ്ഥലത്തിനാണ് നമ്മൾ കര എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള കരയിൽ നിന്ന് ഈ പടക് കുറച്ച് നീക്കാൻ യേശു കർത്താവ് ഈ പടകിലുള്ള ശീമോൻ്റെ അടുത്ത് പറഞ്ഞു. ശീമോൻ അത് അനുസരിച്ചു, പടക് നീക്കി. എന്നിട്ട് യേശു കർത്താവ് ആ പടകിലിരുന്ന് അവിടെയുള്ളവരെ ഉപദേശിച്ചു. അവിടെയുള്ള ജനങ്ങളെയൊക്കെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. നേരം കുറേ പോയി. ഇതേ സമയം പടകിലുണ്ടായിരുന്ന മറ്റുള്ളവർ അവരുടെ നെറ്റൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഈ ഉപദേശിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് ഈ പടകിലുണ്ടായിരുന്ന ശീമോനോടും ബാക്കിയുള്ളവരോടും പറഞ്ഞു, നിങ്ങൾ ഈ പടക് ഈ കരയിൽ നിന്ന് കുറച്ചും കൂടെ ദൂരത്തോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അവർ കുറച്ചും കൂടെ ദൂരത്തോട്ട് ഈ ബോട്ട് ഇങ്ങനെ ഓടിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇന്ന സ്ഥലത്ത് വലയിടാൻ പറഞ്ഞു. ഒരു സ്ഥലം അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ വല എന്തിനാ? മീൻ പിടിക്കാനാണ്. അപ്പോൾ യേശു കർത്താവ് അങ്ങനെ പറഞ്ഞപ്പോൾ ശീമോൻ പറഞ്ഞു, കർത്താവേ, ഇന്നലെ രാത്രി മൊത്തം ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടു മീൻ പിടിക്കാൻ വേണ്ടി. പല സ്ഥലത്തും ഞങ്ങൾ ഈ വല വീശി, ഒരു ചെറിയ മീനെ പോലും ഞങ്ങളുടെ വലയിൽ കുടുങ്ങിയില്ല, ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പോൾ കർത്താവ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വലയിടാം എന്ന് ശീമോൻ യേശുപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ശീമോൻ പറഞ്ഞിട്ട് അവർ യേശുപ്പച്ചൻ പറഞ്ഞ സ്ഥലത്ത് വലയിട്ടു. യേശുപ്പച്ചൻ പറഞ്ഞത് അവരനുസരിച്ച് വലയിട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് വലയിൽ ഒത്തിരി മീനെ കിട്ടി. പല പൊട്ടണ രീതിക്ക് ഒത്തിരി മീൻ കിട്ടി. ഇവരുടെ ഈ ഒരു പടകിൽ, ഒരു ബോട്ടിൽ അത്ര മീൻ അവർക്ക് നിറയ്ക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ മീൻ നിറച്ച് ഈ ബോട്ട് മുങ്ങും. അപ്പോൾ അത് പറ്റില്ല. അങ്ങനെ ആ തടാകത്തിൽ വേറെ ഉണ്ടായിരുന്ന പടകിലുള്ളവരെ വിളിച്ചു വരുത്തി ഈ വലയിൽ കുടുങ്ങിയ മീനുകളെ ഈ 2 ബോട്ടുകളിൽ മാക്സിമം അവർക്ക് നിറയ്ക്കാൻ പറ്റുന്നത് നിറച്ച് അവർ അവിടെ നിന്ന്
പോന്നു. ഇവർക്കെല്ലാം ഭയങ്കര ഞെട്ടലുണ്ടായി, ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ശീമോൻ പത്രോസ് എന്ത് ചെയ്തു എന്നറിയാമോ? യേശു അപ്പച്ചൻ്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ, എന്നെ വിട്ടു പോകണമേ എന്ന് ആര് പറഞ്ഞു? ശീമോൻ പത്രോസ് പറഞ്ഞു. ഇതിങ്ങനെ ശീമോൻ പത്രോസ് പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ശീമോനെ, നീ ഭയപ്പെടേണ്ട, പേടിക്കണ്ട, ഇന്ന് മുതൽ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഇന്ന് മുതൽ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. അപ്പോൾ അതുവരെ മീനുകളെ പിടിച്ചുകൊണ്ടിരുന്ന മുക്കുവനായ ശീമോനെ യേശു കർത്താവ് പിന്നെ ഉപയോഗിച്ചത് മനുഷ്യനെ പിടിക്കാൻ വേണ്ടിയാണ്. അപ്പം മനുഷ്യനെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ ദൈവത്തോട്ട് അടുപ്പിക്കുന്ന ഒരാളായിട്ടാണ് യേശു അപ്പച്ചൻ ശീമോനെ ഈ മനുഷ്യനെ പിടിക്കാൻ വേണ്ടി ഇവിടെ വിളിക്കുന്നത്. യേശു അപ്പച്ചൻ പറഞ്ഞത് ശീമോൻ അനുസരിച്ച് അപ്പം തന്നെ ആ പടകും ആ മീനുകളും എല്ലാം വിട്ടിട്ട് യേശു കർത്താവിൻ്റെ കൂടെ ശീമോൻ കൂടി. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ശീമോൻ പത്രോസ് എന്ന് പറയുന്ന ഒരു ശിഷ്യൻ, യേശു കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളാണ് ശീമോൻ പത്രോസ്, പീറ്റർ. ഓക്കെ, അപ്പോൾ യേശു കർത്താവിനെ അനുസരിച്ചു ശീമോൻ. അപ്പോൾ അതുപോലെ മക്കളും യേശു കർത്താവിനെയും യേശു കർത്താവിൻ്റെ വചനങ്ങളും അനുസരിച്ച് നല്ല മക്കളായിട്ട് വളരണം. അപ്പോൾ അതാണ് ഇന്നത്തെ കഥ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത കഥ വീണ്ടും ഒരു ദിവസം നമുക്ക് കേൾക്കാം. അതുകൊണ്ട് നന്നായിട്ട് കേട്ട കഥ വെച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുക, നല്ല 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 സ്വപ്നങ്ങൾ കാണുക, വീണ്ടും നല്ലൊരു ദിവസം ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി കണ്ണ് തുറക്കുക. അപ്പോൾ ഗുഡ് നൈറ്റ്, ശുഭരാത്രി, ബായ്.